പശ്ചിമേഷ്യൻ യുദ്ധത്തിൽ ഇറാന് പിന്തുണയുമായി ഹൂതികൾ. ഇസ്രായേലിന് നേരെ ഹൂതികൾ മിസൈൽ ആക്രമണം നടത്തി. യുദ്ധം തുടങ്ങി ഒരു മാസത്തോടടുക്കുമ്പോഴാണ് ഹൂതികൾ യുദ്ധത്തിൽ പങ്കുചേരുന്നത്. വിവരങ്ങളുമായി ദീപു ആർജി ചേരുന്നു. ദീപു, ഇപ്പോൾ ഒരു മാസം പിന്നിടുകയാണ് പശ്ചിമേഷ്യയിൽ സംഘർഷം തുടങ്ങിയിട്ട്. ഇപ്പോൾ ഈ ഒരു മാസത്തിന് ശേഷം ഹൂതികൾ സംഘർഷത്തിലേക്ക് രംഗപ്രവേശനം ചെയ്തിരിക്കുകയാണ്. ഇസ്രായേലിന് നേരെയാണ് ഹൂതികളുടെ മിസൈൽ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ദീപ്തി, പശ്ചിമേഷ്യൻ യുദ്ധം തുടങ്ങി കൃത്യം ഒരു മാസമായപ്പോഴാണ് ഹൂതികൾ, ഇറാൻ്റെ നിഴൽ സായുധ സംഘമായിട്ടുള്ള ഹൂതികൾ യുദ്ധത്തിൽ പങ്കുചേർന്നിരിക്കുന്നത്. ഇസ്രായേൽ തലസ്ഥാനമായ ടെല്ലവീവിലേക്ക് നടത്തിയ മിസൈൽ ആക്രമണത്തെ ഇസ്രായേൽ പ്രതിരോധ സേന തകർത്തു. ഇതിൽ തന്ത്രപരമായിട്ടുള്ള ഒരു സമീപനമായിരുന്നു ഹൂതി വിമതർ ഈ ഒരു യുദ്ധത്തിൽ സ്വീകരിച്ചത്. കാരണം യുദ്ധം തുടങ്ങി ഒരു മാസമായിട്ടും എന്തുകൊണ്ടാണ് ഇറാൻ്റെ നിഴൽ സായുധ സംഘങ്ങൾ യുദ്ധത്തിൽ പങ്കുചേരുന്നില്ല എന്നൊരു സംശയം ആഗോളതലത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ വളരെ തന്ത്രപരമായിട്ടായിരുന്നു ഇറാൻ്റെ അനുമതിയോടുകൂടി അവർ ഈ ഒരു അകലം പാലിച്ചിരുന്നത്. കാരണം യുദ്ധം തുടങ്ങി ഒരു മാസമായിട്ടും അമേരിക്ക നാവിക വ്യോമ ആക്രമണങ്ങളാണ് ഇറാന് നേരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ആക്രമണം വഴി ഇറാനും അമേരിക്കയും ഇസ്രായേലും ലക്ഷ്യം വെച്ചിട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ: ഒന്ന് ഇറാനിലെ ഭരണകൂട മാറ്റവും, രണ്ട് അവരുടെ ആണവ ആയുധങ്ങൾ വികസിപ്പിക്കുന്നത് തടയുക. ഈ രണ്ട് ലക്ഷ്യങ്ങളും അവർക്ക് നേടാൻ കഴിഞ്ഞിട്ടില്ല. നിരവധി ഇറാൻ്റെ ഉന്നത ഉദ്യോഗസ്ഥരെ, പരമോന്നത നേതാവിനെ അടക്കം വധിക്കാനൊക്കെ കഴിഞ്ഞുവെങ്കിലും അവർക്ക് അവരുടെ ഈ യുദ്ധത്തിൻ്റെ ഒരു ലക്ഷ്യം, റെജീം ചേഞ്ചും ആണവായുധം വികസിപ്പിക്കുന്നത് തടയുന്നത്, ഇത് രണ്ടും അവർക്ക് നേടാൻ കഴിഞ്ഞിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിൽ കരയുദ്ധത്തിലൂടെ മാത്രമേ തങ്ങളുടെ ലക്ഷ്യം കൈവരിക്കാൻ കഴിയുകയുള്ളൂ എന്നൊരു വിശ്വാസം അല്ലെങ്കിൽ ഒരു കണക്കുകൂട്ടലാണ് അമേരിക്ക ഇപ്പോൾ. ഇതിൻ്റെ ഭാഗമായിട്ടാണ് അമേരിക്ക രണ്ട് പടക്കപ്പലുകളിലായിട്ട് അവരുടെ കരസേനയും മറൈൻ സംഘത്തെയും ഇപ്പോൾ ഇറാൻ ലക്ഷ്യമാക്കിക്കൊണ്ട് അയച്ചിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഹൂതി വിമതർ ഈ ഒരു യുദ്ധത്തിൽ പങ്കുചേർന്നിരിക്കുന്നത്. അതായത് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും മൊത്തം ആയുധങ്ങളും അതുപോലെ തന്നെ അവരുടെ സേനകളും ഇറാനിൽ മാത്രമാണ് നിലവിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഈ ഒരു സേനയെ യമനിലേക്കും കൂടെ, അല്ലെങ്കിൽ ഹൂതി വിമതരുടെ ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ അങ്ങോട്ട് കൂടി അവരുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ട് ഇതിലൂടെ കഴിയും. ഇതിൽ പ്രധാനപ്പെട്ട രണ്ട് കാര്യം: ഒന്ന് ഇതും, രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അതൊരു സാമ്പത്തികമായിട്ടുള്ളൊരു വിഷയമാണ്. അതായത് പശ്ചിമേഷ്യയിലെ പ്രധാനപ്പെട്ട രണ്ട് ഇടനാഴികളാണ്. ഒന്ന് ഹോർമുസ് കടലിടുക്കും, മറ്റൊന്ന് ചെങ്കടലും. ഈ ചെങ്കടൽ വഴിയാണ് ബാബ മൽദേവ് പറയുന്ന സ്ഥലത്ത്, അതായത് ഈ ഒരു കടലിടുക്ക് വഴിയാണ് സൂയസ് കനാൽ വഴി യൂറോപ്പിലേക്ക് ചരക്കുകൾ കടത്തിവിടുന്നത്. ഈ ചരക്കു നീക്കം നിയന്ത്രിക്കുന്ന ഭാഗങ്ങളിൽ ഹൂതികൾക്ക് നിർണായകമായിട്ടുള്ളൊരു സ്വാധീനമുണ്ട്. അതിൻ്റെ ഒരു ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഒരു നേട്ടം തന്നെയാണ് അവർക്ക് അവിടെ ഉള്ളത്. അതായത് ഈ മേഖലകളിൽ യമനിലെ ഹൂതികൾ ആക്രമണം ശക്തമാക്കുകയാണെങ്കിൽ ചെങ്കടൽ വഴി സൂയസ് കനാലിലേക്കുള്ള ചരക്കു നീക്കത്തിനെ തടയാൻ വേണ്ടിയിട്ട് കഴിയും. അതുപോലെ തന്നെ നിലവിൽ ഹോർമുസ് കടലിടുക്ക് ഇറാൻ അടച്ചിരിക്കുന്നത് കാരണം അത് തന്നെ ലോകത്ത് വലിയൊരു പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. ലോകത്തെയുള്ള മൊത്തം ചരക്കു നീക്കത്തിൻ്റെ 20% കടന്നു പോകുന്ന ഹോർമുസ് കടലിടുക്ക് നിലവിൽ ഇറാൻ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ ഒപ്പം തന്നെ ചെങ്കടൽ കൂടി ഹൂതികളെ ഉപയോഗിച്ചുകൊണ്ട് ബ്ലോക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ വലിയൊരു ആഗോള സാമ്പത്തിക പ്രതിസന്ധി തന്നെ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാകും. ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ ഹൂതികളും യുദ്ധത്തിൽ പങ്കുചേർന്നിരിക്കുന്നത്. വരും ദിവസങ്ങളിലായിരിക്കും ഇതിൻ്റെ ഒരു പ്രത്യാഘാതം ലോകമെമ്പാടും ഇനിയും പ്രതിഫലിക്കാൻ പോകുന്നത്. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ നിലവിൽ തന്നെ ഹോർമുസ് കടലിടുക്ക് പ്രതിസന്ധി വലിയ തോതിലുള്ള ഈ LPG ക്ഷാമത്തിനും അതുപോലെ തന്നെ ഇന്ധന പ്രതിസന്ധിക്ക് കാരണമായി. അതിൻ്റെ കൂടെയാണ് ഇപ്പോൾ ചെങ്കടലിൽ ഹൂതികൾ കൂടി യുദ്ധത്തിനിറങ്ങിയിരിക്കുന്നത്. ഇത് ആഗോളതലത്തിൽ തന്നെ വലിയൊരു സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് തന്നെ കടക്കാൻ സാധ്യതയുണ്ട്. ഇതിലൂടെ ഇറാൻ ലക്ഷ്യം വയ്ക്കുന്നത് ആഗോളതലത്തിൽ അമേരിക്കയ്ക്ക് മേലും ഇസ്രായേലിന് മേലും വലിയൊരു സമ്മർദ്ദം കൊണ്ടുവന്ന് അവരെ യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുക എന്നൊരു സ്ട്രാറ്റജിക് തന്ത്രമാണ് അവരവിടെ എടുത്തിരിക്കുന്നത്. ശരി, എന്നാലും പശ്ചിമേഷ്യൻ യുദ്ധത്തിൽ ഇറാന് പിന്തുണയുമായി ഹൂതികൾ രംഗത്തെത്തിയിരിക്കുകയാണ്. ഇസ്രായേലിന് നേരെ ഹൂതികളുടെ മിസൈൽ ആക്രമണം നടത്തി. യുദ്ധം തുടങ്ങി ഒരു മാസത്തോടടുക്കുമ്പോഴാണ് ഹൂതികൾ യുദ്ധത്തിൽ പങ്കുചേരുന്നത്. ദീപു ആണ് വിവരങ്ങൾ നൽകിയത്.